ഉണ്ണിയമ്മേ കുമ്പടി വന്നു. അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, ഈ ഉപകരണം കാണാതായതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ആ റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തിട്ടില്ല. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. രണ്ടാമത്തേത്, അദ്ദേഹത്തിന്റെ മുറിയിൽ തലേ ദിവസം അല്ലെങ്കിൽ ആദ്യ പരിശോധനയിൽ കാണാതായ ഹാരിസ് സർക്കലിന്റെ മുറിയിൽ ആദ്യത്തെ പരിശോധനയിൽ കാണാതിരുന്ന ഒരു കാര്യം രണ്ടാമത്തെ പരിശോധനയിൽ കണ്ടെത്തുമ്പോൾ ഹാരിസ് സർക്കലിനോട് എന്തുകൊണ്ടാണ് ഇത് എന്ന് ചോദിച്ചിട്ടില്ല. മൂന്നാമത്തെ കാര്യം, 24 മണിക്കൂർ മുമ്പ് ഈ CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ട് അത് കൃത്യമായി പരിശോധന നടത്തിയിട്ടില്ല. നാലാമത്തെ കാര്യം, ഇങ്ങനെ ഒരു അതിക്രമം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ HOD ഇല്ലാത്ത സമയത്ത് HODയുടെ റൂമിൽ അവൈലബിൾ ആയ താക്കോൽ ഉപയോഗിച്ചല്ലാതെ ഒരാൾ കടന്നിട്ടുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് പോലീസിനോ മറ്റാർക്കുമോ ഒരു പരാതിയും നൽകിയിട്ടില്ല. ഒരു പരിശോധനയും നടത്താതെ, ഒരു റിപ്പോർട്ടും കൈമാറാതെ, കൃത്യമായി ഒരു വിവരങ്ങളും ഇല്ലാതെ എന്തിനായിരിക്കാം ഇന്ന് ഇവർ രണ്ടുപേരും വാർത്താസമ്മേളനം നടത്തിയത്? ഇവിടെ 2 മാസം മുമ്പ് നമ്മളെല്ലാം ദിവസങ്ങൾ ഗൗരവത്തോടെ ചർച്ച ചെയ്ത വിഷയമായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഡോക്ടർ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തിയത്. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ സാഹചര്യങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്തു. അത് പരിശോധിക്കാൻ 4 അംഗ അന്വേഷണ കമ്മീഷനെ വെച്ചു. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടർമാരും ഡിപ്പാർട്ട്മെന്റ് ഹെഡുമാരുമാണ് ആ വിഷയം അന്വേഷിച്ചത്. അത് അന്വേഷണത്തിന്റെ മധ്യേ ഡോക്ടർ ഹാരിസിനോടും മെഡിക്കൽ കോളേജിലെ മറ്റ് ഡോക്ടർമാരോടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ ആളുകളുടെയും മൊഴി രേഖപ്പെടുത്തി ഒരു അന്വേഷണ റിപ്പോർട്ട് വന്നു. ഭയങ്കരം തന്നെ. ആ അന്വേഷണ റിപ്പോർട്ടിൽ 1962 സർക്കാർ ജീവനക്കാരുടെ സർവീസ് റൂൾസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കോണ്ടക്ട് റൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിയമലംഘനം നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ഇതിൽ ഡോക്ടർ ഹാരിസ് തന്നെയാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോൾ ഈ ഉപകരണം നഷ്ടപ്പെട്ട കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായ 4 അന്വേഷണ കമ്മിറ്റിയോട് ശുപാർശ ചെയ്യുന്നത്, എൻക്വയറി കമ്മിറ്റിയോട് പറയുന്നത്. ഒരു മാറ്റവും ഇല്ലല്ലോ. അപ്പൊ അതിനുശേഷം അത് കണ്ടെത്തേണ്ടതുണ്ട്. അതിനുശേഷം പലതരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. മാധ്യമങ്ങൾ വലിയ രൂപത്തിൽ ഡോക്ടർ ഹാരിസിനെ കൊടുക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു. ആ ഉപകരണം കണ്ടില്ലെന്നുള്ളത് വരുന്നു. ആ ഉപകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സംശയങ്ങൾ ഉന്നയിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനും ഒരു തരത്തിലും ഏതെങ്കിലും ഉദ്യോഗസ്ഥനെതിരെ പ്രതികാര നടപടി എടുക്കാനോ അല്ലെങ്കിൽ പൊതുസമൂഹ മധ്യത്തിൽ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനോ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല, മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ഉദ്ദേശിക്കുന്നില്ല, അതുപോലെ തന്നെ സൂപ്രണ്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അത്തരത്തിൽ പലതരത്തിലുള്ള വാർത്തകൾ പല മാധ്യമങ്ങളിലൂടെ പല രൂപത്തിൽ കെട്ടിച്ചമച്ചപ്പെട്ട് വന്നപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, ആരാണ് ഈ ഉപകരണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത്, അതുമായി ബന്ധപ്പെട്ടുള്ള മൊഴികൾ എന്തൊക്കെയാണ്, ഈ കമ്മിറ്റിയിലെ ശുപാർശയുടെ ഭാഗമായി ഒരു ഏകാംഗ കമ്മീഷൻ തന്നെ DME തന്നെ ഈ വിഷയം അന്വേഷിക്കുന്നു. അതിന്റെ തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്നത് മാത്രം വിശദീകരിക്കാനാണ് പത്രസമ്മേളനം നടത്തിയത്. അല്ലാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ കൊടുക്കാനോ ഹരാസ് ചെയ്യാനോ അല്ല. എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും കൃത്യമായി ചേർത്ത് നിർത്തുക എന്നതാണ് ഗവൺമെന്റിന്റെ പോളിസി. ഈ മാധ്യമപ്രവർത്തകർ ഇതെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാണ് ഈ വാർത്താ സമ്മേളനം നടത്തിയത് എന്നതുപോലും ചോദിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് അഴകുഴമ്പൻ നിലപാടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ചിലപ്പോ ഒരു മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ അതൊക്കെ പറയാൻ പറ്റുമോ എന്ന നിലയ്ക്ക് എന്തോ വളരെ തമാശ കലർന്ന രീതിയിലായിരുന്നു സംസാരിക്കുന്നത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എന്തിനാണ് വാർത്താ സമ്മേളനം നടത്തിയത് എന്ന് ചോദിക്കുന്നത്, എന്തിനാണ് വാർത്താ സമ്മേളനം നടത്തിയതെന്ന് ആ വാർത്താ സമ്മേളനം നടത്തിയ മനുഷ്യർക്ക് ഒരു കൃത്യതയും ബോധ്യവും ഇല്ലായിരുന്നു എന്ന് വ്യക്തമാകുന്ന തരത്തിലൊരു കലാരൂപം അരങ്ങേറിയതുകൊണ്ടാണ്. എന്റെ പൊന്നുവായി എന്നെ കുഴപ്പിക്കരുത്. അതിപ്പോ മെയ്വഴക്കത്തോടെ പറയാൻ കഴിയുന്ന ആളുകളാണോ, അവരുടെ ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ള പരിചയം എങ്ങനെയാണോ എന്നതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചയുടെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത്, ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ ഹരാസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുകയൊന്നും ഗവൺമെന്റിന്റെ പോളിസിയല്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ തെറ്റുകുറ്റങ്ങളുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടാകാം. അവരുടെ തെറ്റ് തിരുത്തി കൂട്ടി യോജിപ്പിച്ച് കൂടെ നിർത്തുക, അവരുടെ സേവനം ഏറ്റവും നന്നായി ഉപയോഗിക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ പോളിസി. ഇന്നലെ തന്നെ സർക്കാർ സർവീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 51 ഡോക്ടർമാരെ സർവീസിൽ നിന്ന് തന്നെ നീക്കേണ്ടി വന്നു. കാരണം ഇവിടെ നിന്ന് നന്നായി സൗജന്യമായി പഠിച്ച് ഈ കേരളത്തിന്റെ സൗകര്യം എല്ലാം പ്രയോജനപ്പെടുത്തി ചെറിയ ലീവ് എടുത്ത് വിദേശത്ത് പോയതിനു ശേഷം തിരിച്ചു വരില്ല. പിന്നെ വിദേശത്ത് തന്നെ നിൽക്കും. 5 വർഷമാണല്ലോ മാക്സിമം പരിധി. അതിനുശേഷം 10 വർഷമായിട്ട് തിരിച്ചു വരാത്ത സാഹചര്യം വന്നപ്പോൾ 51 ഡോക്ടർമാരെ നടപടി എടുക്കേണ്ടി വന്നു. എല്ലാ ഡോക്ടർമാരെയും കേരളത്തിന്റെ പൊതുസമൂഹത്തെ നന്നായി തന്നെ സേവിക്കാൻ പാകത്തിന് നിലർത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യമായിട്ടാണ് സർക്കാരിന് മുന്നിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഏൽപ്പിച്ച വിദഗ്ധ സമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനം നടത്തണമെന്ന് നിർബന്ധമില്ല.
ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഡോക്ടർ PK ജബ്ബാർ പ്രിൻസിപ്പളും ഡോക്ടർ സുനിൽ സൂപ്രണ്ടും ചേർന്നാണല്ലോ വാർത്താ സമ്മേളനം നടത്തിയത്. ആ സമയത്ത് സൂപ്രണ്ടിനൊരു കോൾ വരുന്നു. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. സൂപ്രണ്ട് ആ കോൾ വളരെ ബഹുമാനത്തോടെ അറ്റൻഡ് ചെയ്തതിന് ശേഷം പറയുന്നു, ഈ റിപ്പോർട്ട് എൻ്റെ വായിക്കാൻ വേണ്ടി സാർ പറയുന്നു എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ഏതോ ഒരു സാറെന്ന് അഭിസംബോധന ചെയ്യുന്ന ഒരു വ്യക്തി മറുഭാഗത്തിരുന്നുകൊണ്ട് റിമോട്ട് വെച്ച് ഈ പത്രസമ്മേളനം നിയന്ത്രിക്കുന്നു എന്നർത്ഥം. ഇവർ പത്രസമ്മേളനം നടത്തുമ്പോൾ ലൈവായിട്ട് മറ്റേതോ കേന്ദ്രത്തിലിരുന്നു കൊണ്ട് ഒരു വ്യക്തി ഈ പത്രസമ്മേളനം നിയന്ത്രിക്കുന്നു. എന്നിട്ട് ടെലിഫോൺ ഇദ്ദേഹത്തിന് ഡോക്ടർ PK ജബ്ബാറിന് പ്രിൻസിപ്പലിന് കൈമാറുന്നു. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. പത്രസമ്മേളനം നടക്കുന്നതിനിടയ്ക്ക് ആരൊക്കെയോ ഇവർക്ക് ഡയറക്ഷൻ കൊടുക്കുന്നുവെന്ന് സമൂഹം കണ്ടതാണ്, ലോകം കണ്ടതാണ്. ഒറ്റ കാര്യം ചെയ്താൽ ഇതിന്റെ പുറകിലുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമാകും. എല്ലാ മാധ്യമ പ്രവർത്തകരോടും പറയുന്നു, നിങ്ങൾക്ക് പരിമിതി ഉണ്ടാകും, പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇന്ന് പത്രസമ്മേളനം നടത്തിയ സമയത്തുള്ള ഈ ടെലിഫോൺ കോൾ വന്ന ആൾക്കാരുടെ നമ്പറിലുള്ള CDR എടുത്താൽ മാത്രം മതി. ആ സമയത്ത് അതിലൂടെ വന്ന ഫോൺ കോൾ ആരുടെ നമ്പറിൽ നിന്നും ആണെന്ന് മനസ്സിലാക്കിയാൽ ഏത് കേന്ദ്രത്തിൽ നിന്നുകൊണ്ടാണ് ഈ കള്ളക്കളികൾ നിയന്ത്രിക്കുന്നത് എന്ന് കൃത്യമാകും. ഡോക്ടർ ഹാരിസ് അവിടെ ഇല്ലാത്തപ്പോൾ, അദ്ദേഹം അവധിയിലുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ റൂം തുറന്ന് പരിശോധന നടത്തണമെങ്കിൽ ഒന്നെങ്കിൽ അദ്ദേഹത്തെ അറിയിക്കണം. KGMCയുടെ നിലപാട് അതാണ്. അദ്ദേഹം ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ മുറിയിൽ എന്തു സംഭവിച്ചാലും, ഉള്ളതില്ലാതാവുകയോ ഇല്ലാത്തത് ഉണ്ടാവുകയോ ചെയ്താലും വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അതിന്റെ ഉത്തരവാദിത്വം എങ്ങനെയാണ് ഡോക്ടർ ഹാരിസിന് വരിക? അവിടെ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ നടന്നിട്ടുണ്ടെങ്കിൽ, വിശ്വാസവഞ്ചന നടന്നിട്ടുണ്ടെങ്കിൽ, കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹം മറുപടി പറയേണ്ടി വരും എന്നത് കൃത്യമല്ലേ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് മോക്സിലോ സ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം ആയിട്ടില്ല എന്നുള്ളതാണ്. ഈ മോക്സിലോസ്കോപ്പ് തന്നെ ഇത് ഉപയോഗിക്കാൻ പരിചിതമല്ലാത്തത് കാരണം ഉപയോഗിക്കാതിരിക്കുന്നതാണ് എന്നുള്ളത് ഇതിൽ ഏറ്റവും രസകരമായ വസ്തുതയാണ്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ടിഷ്യൂ മോർസുലേറ്റർ വിത്ത് മോസിലോസ്കോപ്പ് എന്നാണ് ഇതിന്റെ പേര്. 12 ലക്ഷം രൂപ മുടക്കി ശശി തരൂർ MPയുടെ ഫണ്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇതാകെ ഒരു തവണ ഉപയോഗിച്ചു. ആ ഒരു തവണ ഉപയോഗിച്ചപ്പോൾ ഒരു രോഗി അത്യാഹിത വിഭാഗത്തിലേക്ക് പോകേണ്ടി വന്നു. കാരണം ഇവർക്ക് ഇത് ഉപയോഗിക്കാനുള്ള ട്രെയിനിങ് കൊടുത്തില്ല. ഇനിയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം. ഈ മോർസിലോസ്കോപ്പ് ഇല്ല എന്ന് പറഞ്ഞാണ് വിദഗ്ധ സമിതി റിപ്പോർട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ആ മോർസിലോസ്കോപ്പ് ആവശ്യപ്പെട്ട സാധനത്തെ പറ്റി അല്ല ഈ വിദഗ്ധ സമിതി അന്വേഷിച്ചത്. ഈ മോർസിലോസ്കോപ്പ് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ ഹാരിസ് അവധിയിലുണ്ടായിരുന്ന 2-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഇവർ പരിശോധന നടത്തുന്നത്. 6-ാം തീയതി 7-ാം തീയതിയും പരിശോധന നടത്തുന്നു. 6-ാം തീയതി ഈ മോർസിലോസ്കോപ്പ് ഈ ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ ഉണ്ട് എന്ന് പറയുന്നു. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. വിദഗ്ധ സമിതി പറയുന്നു ഡോക്ടർ ഹാരിസ് മൊഴി കൊടുത്തത് ഇത് കണ്ടില്ല എന്നുള്ളതാണ്. ഈ ഡോക്ടർ ഹാരിസ് പറയുന്നു ഞാൻ അങ്ങനെ മൊഴി കൊടുത്തിട്ടില്ല. അതിന്റെ ആധികാരികത പിന്നീട് പരിശോധിക്കപ്പെടാം. ഈ മോസിലോസ്കോപ്പ് അവിടെ കണ്ടെത്തുന്നു. അതും ഡോക്ടർ ഹാരിസിന്റെ ആവശ്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുള്ളത് ആദ്യത്തെ വിഷയം. ഇനി 2, ഈ 7-ാം തീയതി ഒരു അഡീഷണൽ പെട്ടി കണ്ടെത്തിയെന്നും പറഞ്ഞാണ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത്. ദൈവമേ, ഇത് 2 കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. ആ അഡീഷണൽ പെട്ടിയിൽ എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റിയാണ് വലിയ കോലാഹലം സൃഷ്ടിക്കപ്പെടുന്നത്. ആ അഡീഷണൽ പെട്ടിയിൽ ഉണ്ടായിരുന്നത് അവിടെ നിർത്തി അവമാനിക്കുവാണെന്ന് നെഫ്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണം കണ്ടം ചെയ്യാനിട്ടിരുന്ന ഉപകരണം എറണാകുളത്ത് ഒരു കമ്പനിയിൽ കൊടുത്ത് അത് ശരിയാക്കാൻ കൊടുത്തിട്ട് തിരിച്ചു വന്നതാണ് എന്നുള്ളതാണ് വാസ്തവം. അതിന്റെ പുറത്ത് തിരിച്ചു വന്നപ്പോൾ ഒരു ഡെലിവറി നോട്ട് ഉണ്ടായിരുന്നു. ആ ഡെലിവറി നോട്ട്, അതായത് ഇപ്പോൾ നമ്മൾ ബ്ലിങ്കിറ്റിലും മറ്റതൊക്കെ സൊമാറ്റോയിലും ഒക്കെ നമ്മൾ ഡെലിവറി കൊടുത്താൽ, ഫ്ലിപ്കാർട്ടിൽ ഡെലിവറി കൊടുത്താൽ ഒരു ഡെലിവറി സ്ലിപ്പ് കിട്ടും. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ആ ഡെലിവറി സ്ലിപ്പ് കണ്ടിട്ട് ഇവർ പറയാണ് അത് പുതിയ മോർസിലോസ്കോപ്പ്, ഇത് കാണാതായ മോർസിലോസ്കോപ്പ് പുതിയതായി മേടിച്ച ഡോക്ടർ ഹാരിസിന്റെ കപടതയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ആ വാർത്താ സമ്മേളനം വിളിച്ചത്. പറഞ്ഞാൽ ഡോക്ടർ ഹാരിസ് പറഞ്ഞ യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ സർജറി മുടങ്ങിയ ഉപകരണവും ഈ ഉപകരണങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് ആദ്യത്തെ വിഷയം. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.